പ്രസിഡന്റായ മേലോ സണ്ണിനെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് വിളിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചെത്തിയ KSS ഇടുക്കി ജില്ലാ ട്രഷറർ രാജേന്ദ്രൻ നായറിനെ ഈ പരിപാടിയിലേക്ക് നമ്മുടെ അംഗനവാടി ടീച്ചർ സിബി തോമസ്, NSS കരികുന്നം പ്രസിഡന്റ് സിബിച്ചൻ തോമസ്, KSS യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി നിഷി സണ്ണി. മഹാത്മാഗാന്ധിയുടെ ശുചിത്വ ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പദ്ധതിയാണ് സ്വച്ഛതാ ഹി സേവ. 2014 ഗാന്ധി ജയന്തി പ്രഖ്യാപിച്ച ഭാരത് മിഷന്റെ തുടർച്ചയാണ് സ്വച്ഛതാ ഹി സേവ. യുവകേന്ദ്രയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പദ്ധതി നടത്തുന്നത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ ഭാഗമായി കിസാൻ സർവീസ് സൊസൈറ്റി യൂത്ത് നേതൃത്വം നയിക്കുന്ന സ്വച്ഛതാ ഹി സേവ എന്ന ക്യാമ്പയിൻ അമ്പലപ്പടി മുതൽ കുഞ്ചിരിക്കവല വരെ നമുക്ക് ഒത്തുചേർന്ന് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാം. ഇതിലൂടെ യുവജനങ്ങൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തെ പറ്റി ബോധവൽക്കരണം ലഭിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നീ പരിപാടി വിജയകരമാക്കാൻ വേണ്ടി വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. നന്ദി, അടുത്തതായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മിസ്റ്റർ രാജേന്ദ്ര നായറിനെ ക്ഷണിക്കുന്നു. കിസാൻ സർവീസ് സൊസൈറ്റിയുടെ യൂത്ത് വിംഗിന്റെ പ്രസിഡന്റ് മേലോ സണ്ണിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ യോഗത്തിൽ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ വനിതാ വിംഗ്, മൂന്ന് ബാലിക പ്രസിഡന്റ് അംഗങ്ങളും ചേർന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ നെഹ്റു യുവ കേന്ദ്ര രാജ്യവ്യാപകമായി നടത്തുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ഇന്ന് കരികുന്നത്ത് ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അടുത്തതായി KSS കിസാൻ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റായ സിബിച്ചൻ അങ്കിളിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. മഹനീയമായ ഈ സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരങ്ങളെ, യുവ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, കൊച്ചു കുട്ടികളെ, നമ്മൾ ഇന്ന് ഇവിടെ യോഗം ചേരാനുണ്ടായ കാരണം, ഇന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയോടുകൂടി യൂത്ത് വിംഗ്, അതായത് നെഹ്റു യുവ കേന്ദ്രയിലൂടെ സ്വച്ഛതാ ഹി സേവ എന്ന പരിപാടി നടത്തുന്നതിന് വേണ്ടിയാണ്. അതിന് കിസാൻ സർവീസ് സൊസൈറ്റിയുടെ യൂത്ത് വിംഗാണ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന്റെ പ്രാധാന്യം, നമ്മുടെ ഇന്നിവിടെ അമ്പലപ്പടി മുതൽ നമ്മുടെ കുഞ്ചിരിക്കവല 33-ാം നമ്പർ അങ്കനവാടി വരെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായി ഞങ്ങളുടെ കുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യം, ഇതുപോലുള്ള യൂത്ത് വിംഗിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്കുണ്ടാകാവുന്ന അനുഭവങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന നിങ്ങളുടെ കഴിവുകളെ അത് വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ പരിപാടികളിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. ഇതിപ്പോൾ ഇവിടെ ഈ ഒരു പ്രസ്ഥാനം നമ്മുടെ ചെറുപ്പക്കാരൻ, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി മേലോ സണ്ണിയുടെ ആ ഒരു പ്രയത്നം കൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഇത്രയും പേരെ ഇവിടെ കൂട്ടി യോജിപ്പിക്കാനും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ രൂപീകരിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. അത് ആ ഒരേ ഒരു കാരണം കൊണ്ട് ഈ മേലോ സണ്ണിക്ക് എവിടെ ചെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനും 10 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുവാനും അവർക്ക് നേതൃത്വം കൊടുക്കുവാനും ഉള്ള പരിശീലന കളരിയാണ് യൂത്ത് ക്ലബ് എന്ന് പറയുന്നത്. കിസാൻ സർവീസ് സൊസൈറ്റി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും അംഗീകൃതമായ പല കാര്യങ്ങളും ചെയ്ത് തീർക്കുന്നതിന് വേണ്ടിയാണ്. ഈ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് നമ്മുടെ നാട്ടുകാരെ, കർഷകരെ ഏത് തരത്തിലൊക്കെ അവരെ സഹായിക്കാൻ പറ്റുമോ ആ തരത്തിലെല്ലാം നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഈ 6 മാസം അല്ലെ 7 മാസം കൊണ്ട് തന്നെ ഒരു 10 ലക്ഷം രൂപയുടെ 80% സബ്സിഡി കൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ 60%, കേരള ഗവൺമെന്റിന്റെ 20% ചേർന്ന് 80% സബ്സിഡിയോടുകൂടി നമുക്ക് സാധനങ്ങൾ വിൽക്കുവാൻ കഴിഞ്ഞെങ്കിൽ മറ്റ് സീഡ് സൊസൈറ്റി, അതുപോലെ ജീവദാൻ സൊസൈറ്റി എന്നീ സൊസൈറ്റികളുമായി ചേർന്ന് അവരിൽ നിന്നും കുറെ കൂടുതൽ 50% സബ്സിഡി കൂടി നമുക്ക് സാധനങ്ങളിലൂടെ സപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് പോലും പുത്തുപ്പള്ളി ഗ്രൗണ്ടിൽ വെച്ച് 40 വാട്ടർ ടാങ്കുകളാണ് ഇന്ന് വിതരണം ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് പല കാര്യങ്ങളും ഇവിടെ ചെയ്തു തീർക്കാൻ പറ്റും. കുട്ടികളെ, നിങ്ങൾ എപ്പോഴും ഒരു ക്ലബ്ബുകളിൽ ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് വിവിധ സാധ്യതകൾ, നിങ്ങൾക്ക് വളരെയേറെ കൂടുതൽ പരിചയങ്ങൾ, മറ്റ് സന്നദ്ധ സംഘടനകളുമായി പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് ഒരു ധാരാളം അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.